അതെ, ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി ഓൺലൈൻ മേടിക്കാം നമുക്ക്. 65 ചില്ലി ചിക്കനോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഈ ഓൺലൈൻ മേടിച്ചാൽ ആകെ 3-4 പീസ് കിട്ടും. സാധനം മേടിച്ചുണ്ടാക്കുകയാണെങ്കിൽ വയറ് തെറിച്ച് തിന്നാം, വേണ്ടി വന്ന പിറ്റേ ദിവസം തിന്നാം. അതുകൊണ്ട് സാധനം മേടിച്ചാൽ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയിട്ടൊക്കെ മനുഷ്യരുടെ ജീവിതം തീർന്നു. എന്റെ വീട്ടിൽ എനിക്ക് പറയേണ്ട താമസം അപ്പൊ സാധനം മേടിച്ചോണ്ട് വന്നേ. ഇവിടെ ഓരോരുത്തർക്ക് നിങ്ങൾക്കറിയോ, എന്റെ വീട്ടിൽ ഞാൻ റാണിയെ പോലെ ജീവിച്ചോളാം. ഇതൊക്കെയാ വീട്ടിൽ പറയുന്നത്. ഹലോ നിന്നെ, എനിക്കിപ്പോ 47 വയസ്സായി. നിനക്ക് എത്ര വയസ്സായി? നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. വയസ്സ് ചോദിക്കേണ്ട കാര്യമില്ല. മഹാറാണി വയസ്സ് എത്രയാന്ന് പറ. നമ്മൾ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ 44 വയസ്സ്. 44 വയസ്സ്. അതിനിപ്പോ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നീ കൊച്ചായ സമയത്ത് നീ സ്കൂളിൽ പോകാതിരിക്കുന്ന ദിവസങ്ങളിൽ നിനക്ക് മുട്ടപ്പനിയാ, നിനക്ക് തലവേദനയാ, കണ്ണിക്കുരുവാ, ചൊറിയാ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നിന്റെ അമ്മ പറയായിരുന്നു, അയ്യോ മഹാറാണി മോളെ നീ സ്കൂളിൽ പോകണ്ടാന്ന് പറയായിരുന്നോ? ഇനി മഹാറാണി സ്കൂളിൽ പോയെന്ന് വിചാരിച്ചോ, ഉള്ള പരീക്ഷയ്ക്കെല്ലാം തോറ്റു വിചാരിച്ചു. പക്ഷേ അതാണെങ്കിൽ അപ്പൊ ഈ തോറ്റു വന്ന മഹാറാണിയായ നിന്നോട് നിന്റെ അമ്മ പറയായിരുന്നു, അയ്യോ മോളെ റാണി കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നോക്കിയാൽ മതി. അർജ ചേച്ചി പറഞ്ഞ സ്ഥലത്ത് അടിച്ച് ഇടപാട് തീർത്തിട്ട് അവിടെ മേഘം തീട്ട പോലെ ആക്കി കാണും. അങ്ങനെയുള്ള അടിയടിയെല്ലാം മേടിച്ച് മേന്തിയിട്ട നീയാണ് അവിടെ മഹാറാണിയെ പോലെ താമസിച്ചു പറയുന്നത്. ശരിക്കും നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നീ മഹാറാണിയായത്. നിനക്ക് 44 വയസ്സായെന്നല്ലേ പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, നിന്റെ ചെറുപ്പകാലത്ത് ഈ ചമ്മന്തി അരച്ചത് അമ്മിക്കല്ലിലല്ലേ? അല്ലേ നീ ദോശ ഇതിലൊക്കെ തിന്നോണ്ടിരുന്നത് ആട്ടുകല്ലിന്റെ അരച്ചല്ലേ? അല്ലേ? റാണി പറ, താഴ്ത്തോണ്ട് പറ. പുട്ടും ഇടിയപ്പൊക്കെ തിന്നത് ഒരലിട്ട് കുത്തി കുത്തി അരി പഠിച്ചിട്ടല്ലേ? ഇതൊക്കെ ചെയ്ത് വളർന്ന് നീ അവിടെ റാണിയെ പോലെ. ശരി, ഇപ്പോഴാണ് നീ റാണിയെ പോലെ. നിനക്ക് ചമ്മന്തി അരയ്ക്കാൻ മിക്സി, അരി ഉഴുന്ന് അരയ്ക്കാൻ ഗ്രൈൻഡർ, ചിലവയ്ക്ക് പകരം തേങ്ങ ചിരട്ട മെഷീന്. പണ്ട് നീ പുഴക്കടയിൽ പോയി കല്ലിൽ തീ അലക്കല്ലായിരുന്നോ? ഇപ്പൊ നിനക്ക് തുണി അലക്കാൻ വാഷിംഗ് മെഷീൻ. പണ്ട് നീ റാണിയെ പോലെ ജീവിച്ച സ്ഥലത്ത് ഈ പാത്രം എടുത്ത് വിമ്പാറ് ടീ വരല്ലായിരുന്നോ? ഇപ്പൊ പാത്രം കഴുകാൻ നിനക്ക് ഡിഷ് വാഷർ. റാണി ഇവിടെ നോക്കി, നിന്റെ വീടും പറമ്പും വീടിന്റെ ആകോ നീ റാണി, നിന്റെ അമ്മ മഹാറാണി, ഇവർ രണ്ടുപേരും കൂടെ അല്ലേ അടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നിനക്ക് ഇവിടെ വീട്ടു ജോലിക്ക് ഫുൾ ടൈം സഹായിക്കാൻ ഒരാളുണ്ട്. ശരിക്കും ഇപ്പോഴാണ് നീ റാണിയായിട്ട് ജീവിക്കുന്നത്. നിനക്കറിയോ, ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ഓരോരോ ജോലികൾ ചെയ്യാൻ വേണ്ടി റോബോട്ടിനെ വരെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ എല്ലാ സൗകര്യങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ പുരുഷന്മാരുടെ കാര്യം കാട്ടാ പോകാം. നിനക്കറിയാമോ, കല്യാണത്തിന് മുമ്പ് ഞങ്ങളൊക്കെ രാജാക്കന്മാരെ പോലെയായിരുന്നു. എപ്പോ വരുന്നു, എപ്പോ പോകുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനു പോകുന്നു, ഇതൊന്നും ചോദിക്കാൻ ഒരാളും ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് പകരം കൂടി പറഞ്ഞു മനുഷ്യന്റെ ഇടപാട് തീർന്നു. എങ്ങോട്ട് പോകണു, എപ്പോ വരും, ആര് വിളിച്ചു, എന്തിനു വിളിച്ചു. അയ്യോ, ശരിക്കും പറഞ്ഞ ഈ കല്യാണത്തിന് ശേഷം കഷ്ടപ്പാട് മുഴുവൻ ഞങ്ങളാണെന്ന്. നിങ്ങൾക്ക് ഓരോ വീഡിയോ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാശുണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഒരു പണം കഴിക്കുന്ന മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ മുതൽ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഓരോരോ സ്ഥലങ്ങളിൽ കൂടെ പല പണികളും ചെയ്ത് നാട്ടുകാരെ തെറി മുഴുവൻ കെട്ടി ഇത്തിരി ചിക്കിലുണ്ടാക്കി വീട്ടിൽ വരുമ്പോൾ അവളിവിടെ റാണിയല്ല, അവളുടെ വീട്ടിലായിരുന്നു അവൾ റാണിന്ന്. ശരി, ഞാൻ എന്റെ വീട്ടിൽ രാജാവിനെ പോലെ കഴിഞ്ഞിരുന്നെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? രാജ ചോഴൻ വാഴ. അതെ വാഴ. ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും. സ്ത്രീ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാ, ലക്ഷ്മി. അപ്പൊ ഈ ലക്ഷ്മി ദേവി എന്തിനാ എപ്പോഴും എന്നോട് കാശ് വെക്കുന്നത്? എനിക്ക് ഇങ്ങോട്ട് വരില്ല വേണ്ടത്. ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മടുത്ത് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയെ വിളിക്കട്ടെ. എന്റെ അമ്മയ്ക്ക് ഞാൻ ആരായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സ്പീക്കറിലിടാം. കേക്ക് നിങ്ങളത് കേക്ക്. ഹലോ അമ്മേ, ഞാൻ അങ്ങോട്ട് വരുവാ. ഇയാളുടെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു. നീ അവനും തമ്മിലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീയേ ഞങ്ങളെ അല്ല ശിക്ഷിക്കട്ടെ, നീ അവനെ ശിക്ഷിക്കണം. പിന്നെ നീ വീട്ടിലേക്കൊന്നും പോകണ്ട, അവിടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. ഞാൻ പുള്ളിയോട് വഴക്കുണ്ടാക്കി എന്റെ വീട്ടിൽ ശരി, നമ്മളൊന്നും വഴക്ക് വേണ്ട. ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യുന്നില്ല. നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് റെഡിയാവേ. ഇത്രയും നേരം പറയാം. ഓൺലൈൻ മാറി ഹോട്ടലായി.